ഇന്നലെയാണ് നിതിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി 7 പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. അവരിപ്പോൾ തിരുവനന്തപുരത്തെത്തിയ ഈ നിതിന്റെ വീട്ടിൽ നിന്നും ആ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. ആദ്യ കടമ്പ അതാണ്. അതിനുശേഷമായിരിക്കും അത് അവരുടെ തെളിവുകളിലേക്ക് കടക്കുക. പ്രധാനമായി ഈ ശബ്ദ സന്ദേശം അതിന്റെ ആധികാരികത പരിശോധിക്കണം. മാത്രമല്ല ഈ മറ്റ് സഹപാഠികളുടെയും ഒപ്പം തന്നെ അധ്യാപകരുടെയും മൊഴി ഇനി എടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഈ 2 അധ്യാപകരും, ഈ ആരോപണ വിധേയരായിട്ടുള്ള ഡോക്ടർ രാമ, ഡോക്ടർ സംഗീത, ഈ 2 അധ്യാപകരും ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിട്ട് 2 ദിവസമായി. ഇവരെ പിടികൂടാനുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണിയുടെ കാര്യമാണ്. ഇന്നലെ കമ്മീഷണറാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞത്. അതായത് ഒരു ലോൺ ആപ്പിൽ നിന്ന് 15,000 രൂപ ഈ നിതിൻ രാജ് വായ്പ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റഫറൻസ് നമ്പറിൽ അവിടുത്തെ ഒരു അധ്യാപിക, ലത എന്ന പേരുള്ള അധ്യാപികയുടെ നമ്പറായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഫോണിലേക്ക് നിരന്തരമായി മെസ്സേജുകളും കോളുകളും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ടീച്ചർ തന്നെ ഒരു പരാതി പോലീസിൽ നൽകിയിരുന്നു. ആ പരാതിയിൽ സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഏതെങ്കിലും തരത്തിൽ ലോൺ ആപ്പുകാരുടെ ഭാഗത്ത് നിന്നും നിതിൻ രാജിന് ഭീഷണി ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും സൈബർ സെല്ലും പോലീസും പരിശോധിക്കുന്നുണ്ട്. ഈ 2 വിഷയവും വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.